ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് രജിത. എന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ 5 തരം ലസ്സിയുമായിട്ടാണ്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറും അതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റുമാണ് ലസ്സിക്കുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് പഞ്ചാബി ലസ്സിയാണ്. അതിനായിട്ട് നല്ല പുളിയില്ലാത്ത കട്ട തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ആ കട്ടയൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായ ഒരു 3-4 നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയായാലും കുഴപ്പമില്ല. ഇനി ഇത് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചാബി ലസ്സി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ 2 ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് പിസ്തയോ ബദാമോ നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കാൻ പോണത് മസ്ക് മെലൺ ലസ്സിയാണ്. ഈ ഫ്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഉള്ളിലെ ഭാഗമൊക്കെ ഫ്രൂട്ടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ പുറമേ ഉള്ള തൊലി നമ്മളത് കളയുന്നുണ്ട്. ഇനി അതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 3-4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച മസ്ക് മെലൺ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സുകൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഫ്ലേവറിനനുസരിച്ചിട്ട്. ഞാൻ ഇതിലേക്ക് ഏലക്കായ 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസ്ക് മെലൺ ലസ്സി റെഡി ആയിരിക്കുകയാണ്. ഇനി സർവിങ് ഗ്ലാസ്സിലേക്ക് നല്ല തണുവിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് നട്ട്സുകൾ ഇട്ട് കൊടുക്കാം. ബദാമോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ഭംഗിക്ക്. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കാൻ പോണത് റോസ് ലസ്സിയാണ്. നല്ല കളർഫുള്ളും നല്ല ടേസ്റ്റിയുമായിട്ട് ലസ്സിയാണ് കേട്ടോ. റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3-4 ടേബിൾ സ്പൂൺ തൈര് ചേർത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, പൊടിച്ചതിന് ശേഷമുള്ളത്. എന്നിട്ട് റോസ് സിറപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂണാണ്, ടേബിൾ സ്പൂണല്ല ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതുപോലെ തണുവിന് ആവശ്യമായ ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ സർവിങ് ഗ്ലാസ്സിൽ കുറച്ച് പിസ്തയും അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന ലസ്സി കേസർ പിസ്ത ലസ്സിയാണ്. നമ്മൾ ബ്ലെൻഡിങ് ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 3-4 ടേബിൾ സ്പൂൺ പിസ്ത ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. തണുവിന് ആവശ്യമായ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിസ്തയോ ബദാമോ നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ലസ്സി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ചോക്ലേറ്റ് ലസ്സിയാണ് കേട്ടോ. എല്ലാം നല്ലത് തന്നെയാണ്, എന്നാലും ഇത് കുട്ടികൾക്കൊക്കെ ഒന്നും കൂടെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ബ്ലെൻഡിങ് ജാറിലേക്ക് 3-4 ടേബിൾ സ്പൂൺ തൈര് ചേർത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ടീസ്പൂൺ. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല തണുവിനായിട്ട് ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നട്ട്സ് ഇടണമെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.